മകൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ ബാംഗ്ലൂരാണ്. ഇപ്പോൾ 1 മണിക്കൂറോളം യാത്രയാണ്. ഇന്ന് സീന ഞാൻ ഒന്ന് ബുക്ക് ചെയ്ത് അവിടെ നിന്നാണ്. 1 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്തുള്ളൂ. പിന്നെ അപ്പോൾ എന്തായാലും ഞാനിവിടെ വരാൻ കാരണം അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടെങ്കിലും വരാൻ കാരണം ഞാൻ ഇന്ന് വരെ എൻ്റെ നാട് ആലപ്പുഴയിലെ വള്ളികുന്നം വളരെ പ്രശസ്തമായ സ്ഥലമാണ്. കോഴിക്കോടിൻ്റെയും കാലശ്ശേരി കർണാടകയുടെയും പുതുശ്ശേരി രാമേന്ദ്രൻ്റെ സ്ഥലം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലങ്ങളിലുമായ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. അവിടെ ഇന്നും കമ്മ്യൂണിസ്റ്റുകളൊക്കെ വളരെ ശക്തമാണ്. വലിയ നേതാക്കന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം. ജനക പത്രാധിപനായ കാമശ്ശേരി കർണാടക ദൂരൻ്റെ തൊട്ടടുത്താണ് സൂപ്പർ പാസിയുടെ സ്ഥലം. ഈ ഒരു പാരമ്പര്യമൊക്കെ ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ സ്ഥലമാറ്റം കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രമോഷൻ പോലും നോക്കാറാണ്. പക്ഷേ എൻ്റെ നാട് വിട്ടേക്കും പോകാൻ വയ്യ നോക്കണം. അവസാനം എൻ്റെ ഒരു AGM വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് പ്രമോഷൻ വാങ്ങിച്ചില്ലെങ്കിൽ ടിൻസൂക്കയ്ക്ക് തട്ടിക്കളയും. ടിൻസൂക്ക പറഞ്ഞാൽ ആസാം അപ്പുറത്തെ സ്ഥലമാണ്. അപ്പം ഞാൻ പറയും സാറേ എനിക്ക് ടിൻസൂക്കയെ പോലെ എടുപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുന്നതാണ്. എല്ലാവരും 10-35 സർവീസായി. ഒരു BRS എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പോവുകയും ചെയ്തു, തിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ അസോസിയേഷൻ്റെ ബാങ്കിലെ ഫെഡറൽ ബാങ്കിലെ യൂണിയൻ്റെയൊക്കെ ചുമതല, ബേസിക് യൂണിയൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അവിടെ മാഗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യമാണ്. അപ്പം അധികം സംസാരിക്കുന്നില്ല എന്ന് പറ്റില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞത്. പിന്നെ നമുക്ക് പരിപാടിക്ക് സമയം കുറവാണ്, പിന്നെ ആശംസ അർപ്പിക്കാനൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് സംസാരം അധികം നീണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ നീട്ടുന്നതാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. സത്യം പറയാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൊണ്ട് ഞാൻ അധികം പ്രസംഗിക്കുന്ന ആളല്ല, അധിക പ്രസംഗക്കാരനല്ല എന്ന് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള കവിതയെക്കുറിച്ചാണ്. ഇവിടെ കവികൾ ധാരാളം പേരുണ്ട്. എൻ്റെ ഒരു കവിതാ പുസ്തകം കിട്ടുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ കവികളുടെ ഒരു സമാഹാരം അത് പ്രകാശനം നടത്താൻ കിട്ടിയൊരു ഭാഗ്യമല്ലേ കരുതുന്നു. പുതിയ കവികളെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണത്. പിന്നെ കവിത ഇന്ന് ധാരാളം വഴികളിലൂടെ മുന്നോട്ട് പോകാറ്. ഈ പുസ്തകത്തിനകത്തുള്ള കവിതകൾ തന്നെ 5-6 കവികളുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 5 പേരുടെ വഴി 5 തന്നെയായിരിക്കും. ഇപ്പം ബാംഗ്ലൂരിലെ കവികളുള്ള സജീവമായിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ കവി സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് ഇവിടെ. ഈ വേദിയിൽ തന്നെ 3-4 പേരുണ്ട്. ഈ കിഷോറിനെ എനിക്ക് വല്ല കാലം മുമ്പേ അറിയാവുന്ന ആളാണ്. അദ്ദേഹം പിന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അടുത്ത കാലത്ത് കൂടി തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് എന്നെ വിളിക്കുകയും ഞങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്ന പുസ്തകപ്രസാദനമൊക്കെ തൃശ്ശൂരാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഇവിടെ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. കിഷോറോടെ ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കാൻ. ഈ കവിത എന്താണെന്ന് ഞാനിവിടെ ആരുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കവിത അറിയാവുന്നവരും വായിക്കുന്നവരും എഴുതുന്നവരൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, എന്നെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ചുരുങ്ങിയ ഒരു സദസ്സാണെങ്കിൽ പോലും ഇവിടെ 3-4 സ്ത്രീകളുടെ സാന്നിധ്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. 4 പോരാ, എനിക്ക് പോലും 4 പേരുടെ 5 പേരുടെ സാന്നിധ്യം എന്നെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ഒരു വലിയ ഒരു വിവാദം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാണ്. ഒരു വലിയ 100 കവികൾ പങ്കെടുക്കുന്ന 100 കവിതകൾ ചെല്ലുന്ന ഒരു വലിയ വേദിയിൽ ഒരു സ്ത്രീക്ക് പോലും സാന്നിധ്യമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പോസ്റ്റർനാഥനും സ്ത്രീകളാരെയും കണ്ടില്ല. നമ്മുടെ സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന പി രാമനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ കാവ്യ സദസ്സാണ്. ആദ്യം എന്നെ വിളിച്ചില്ല. കാരണം അതിനകത്ത് വിളിച്ചെങ്കിൽ നാണക്കടയിൽ പോയി. കാരണം അതിനകത്ത് വിളിച്ചവരൊക്കെ ഇപ്പോൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിമായിട്ട് നേരത്തെ ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല. അതിൻ്റെ കാരണം തിരക്കപ്പെടാണ് അറിഞ്ഞത്. അത് സംഘടിപ്പിച്ച ഗ്രൂപ്പ് സ്ത്രീ വിരുദ്ധമായ ഒരു മത ഗ്രൂപ്പാണ്. ഒരു സ്ത്രീയും സ്റ്റേജിൽ കയറരുതെന്നും സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിക്കരുതെന്നും പുരുഷന്മാരോടൊപ്പം സ്റ്റേജ് പങ്കിടരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് ബന്ധമുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം പോകും. ഇവിടെ നമ്മൾ പ്രാകൃതം ഉപയോഗിച്ചാൽ വളരെ നീചമായ ഒരു സമീപനത്തോടു കൂടിയുള്ള ഒരു സംഘടനയുടെ കരിയറെങ്കിലും ഇവരെന്തിനു പോയി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തിനാണ് സമ്മതിച്ചത്? നോട്ടീസ് പേര് വെക്കാൻ സമ്മതിച്ചത് എന്തിനാണെന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം ഇവർ 2-3 കൊല്ലമായിട്ട് കരിയറിങ് നടത്തുന്നു. അവിടെ എല്ലാം പുരുഷന്മാർ മാത്രമാണ്. പലരും അന്നും പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. ഇങ്ങനൊരു വലിയ വിവാദം സ്ത്രീകളെ പങ്കെടുപ്പിക്കാത്ത ഒരു വലിയ 100 കവികളുടെ ഒരു സദസ്സ് കേരളത്തിൽ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? കേരളത്തിൽ പ്രമുഖരായ കവികൾ ഇന്ന് സുഗതകുമാരിക്ക് ശേഷമാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി, ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ മുന്നിൽ വന്ന നമ്മുടെ ഷീജ വധത്തെ പോലുള്ളവർ
ഇവരൊക്കെ ഹോസ്പിറ്റൽ ഇങ്ങനെ പ്രമുഖരായവർ എത്രയോ പേര് ആ ഭാഗത്ത് തന്നെയുണ്ട്. അവരെ ഒന്നും പങ്കെടുപ്പിക്കാറുണ്ട്. അത് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ സാഹിത്യം ഞാൻ പറഞ്ഞില്ല, അസാഹിത്യ സദസ്സ്, സാഹിത്യം ഇല്ലാത്തൊരു സദസ്സ് അവിടെ നടക്കുകയാണ്. അങ്ങനെ അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു രോഷം പോലെ ഇരിക്കുമ്പോഴാണ് ഞാൻ പലർക്കും കംസൊക്കെ ഇങ്ങനെ പോരുമ്പോഴാണ് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ ഇടയാകുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ സ്ത്രീ സാന്നിധ്യം, എഴുത്തുകാരുടെ സാന്നിധ്യം, സ്ത്രീ എഴുത്തുകാരായ ആൾക്കാരുടെ സാന്നിധ്യം വളരെ എന്നെ സന്തോഷിപ്പിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കവയത്രി എന്നൊരു പ്രയോഗം ഇപ്പോഴാരും പ്രയോഗിക്കാറില്ല. ചിലരൊക്കെ അപൂർവം പ്രയോഗിക്കാറുണ്ട്. കവി എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് അവിടെ ആണും പെണ്ണും? നമ്മൾ നോവലിസ്റ്റ് എന്ന് പറയുന്നിടത്ത് പെൺ നോവലിസ്റ്റ് എന്നോ ആൺ നോവലിസ്റ്റ് എന്നൊന്നും പറയാറില്ല. അതുപോലെ കവി എന്നുള്ള വാക്കിലെല്ലാം ഉണ്ട്. ഇപ്പൊ കവയത്രി എന്നാലും പറയാറേ ഇല്ല. കവി എന്നുള്ള വാക്ക് തന്നെ എന്താണ്, അതിനകത്ത് കവിത എഴുതുന്ന ആണെന്നുള്ളതാണ്. അതിനകത്ത് ലിംഗഭേദമില്ല. ആണ് പെണ്ണ് കവി തന്നെയാണ്. പിന്നെ അപ്പോൾ ഈ 100 കവികൾ 100 പേരടങ്ങുന്ന കവിയരങ്ങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പുരുഷന്മാരുടെ മാത്രം വേദിയാകുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ വളരെ വിസ്മയിപ്പിച്ചു. അതും വളരെയധികം മുന്നിൽ നിൽക്കുന്ന, ആശയപരമായി പിന്നെ രാഷ്ട്രീയമായിട്ടും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനത്താണ് നടന്നെന്നുള്ളത് എന്നെ വല്ലാതെ അങ്കലാപ്പിലാകുന്നത്. ഈ പോക്ക് പോയാൽ എവിടെ എത്തി നമ്മളെന്ന് തന്നെ വല്ലാതെ വിഷമിക്കില്ല. കാരണം സ്ത്രീകൾ എല്ലാ രംഗത്തും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഭരണരംഗത്ത് വരെ വന്നുകൊണ്ടിരിക്കുന്ന, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പോലും സ്ത്രീകളുടെ പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു കേരളത്തിൽ നമ്മളിത് എങ്ങനെ സഹിക്കും? അങ്ങനെ ഇപ്പൊ കേരളത്തിൽ ഇല്ലാതിരുന്നൊരു ഭാഗ്യമാണ് എനിക്ക് തോന്നി. കാരണം പലർക്കും പോയി പ്രസംഗിക്കുന്നുണ്ട് മേഖലത്തിൽ. ഇവിടെയൊക്കെ ഈ പരിപാടിക്ക് സലികുമാർ വിളിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വളർന്നത്തോ അല്ലെങ്കിൽ ചാരമ്പൂട്ടിലോ അല്ലെങ്കിൽ കായംകുളത്തോ തിരിച്ചുള്ള തോന്നലാണ് ഉണ്ടായത്. കാരണം എഴുത്തിന് വേണ്ടി, കവിതയ്ക്ക് വേണ്ടി, സാഹിത്യത്തിന് വേണ്ടി ഇത്രയും പേർ ഒത്തുകൂടുന്ന ഒരു മഹാത്ഭുതമാണ്. ഈ ബാംഗ്ലൂർ പോലെ ഒരു വലിയ സൈബർ സിറ്റിയിൽ എഴുത്ത് പോലും, കൈകൊണ്ടുള്ള എഴുത്ത് പോലും ഇല്ലാതാകുന്ന ഒരു കാര്യം. ഞാനിപ്പം കാരണത്തിരുന്ന് സിനിമയായിട്ട് സംസാരിക്കുകയായിരുന്നു. കൈകൊണ്ടുള്ള എഴുത്ത് ഇല്ല. അപ്പൊ ഞാൻ ഒരു മൊബൈൽ ടൈപ്പ് ചെയ്താണ് കവിതകളൊക്കെ അയക്കുന്നത്. അതുപോലെ തന്നെ ചിത്രകാരിയായ ഈ കുട്ടി പറഞ്ഞെന്താണ്, ചിത്രംവര കൈകൊണ്ടുള്ള ചിത്രംവര നിന്നുകൊണ്ടിരിക്കുന്നു, അതും കമ്പ്യൂട്ടറിലായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഈ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഈ വളരെ ഏകാന്തമായ ഈ കെട്ടിടത്തിൽ ഈ ചെറിയ ആളുകൾ എഴുത്തിന് വേണ്ടി, എഴുത്ത് പങ്കിടാൻ വേണ്ടി, അതിനൊപ്പം സൗഹൃദം പങ്കിടാൻ വേണ്ടി മലയാളികളായ നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ അതൊരു വലിയ മഹത്തായ കാര്യമാണ്. എൻ്റെ മുന്നിലൊരു 1000 പേരുടെ ഒരു സദസ്സുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രയും സംതൃപ്തി കിട്ടില്ല. കാരണം എല്ലാവരും എൻ്റെ ബന്ധുക്കളെ കണ്ടപോലെ, എൻ്റെ ആത്മസുഹൃത്തുക്കളെ കണ്ടപോലെ ഒരു ഫീലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ശാന്തനായാലും പിന്നെ കിഷോറായാലും എനിക്ക് നേരത്തെ വഴിയുള്ളവരുടെ പേരാണ് ഈ പറയുന്നത്. സലീംകുമാർ ആയാലും സീനയെ എനിക്ക് നേരത്തെ വഴിയുണ്ട്, വേറൊരു രീതിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ബാക്കിയുള്ളവരും പേരും എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയാറുള്ളത്. എല്ലാവരും എനിക്ക് വളരെ ആത്മസുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്. ഇനിയും എൻ്റെ മകനോട് ജോലി നടത്തുന്ന ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ വരേണ്ടി വരും. കാരണം മക്കൾ പറയുന്നത് ഒന്നുകിൽ ആലപ്പുഴ മോളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ മോളുടെ കൂടെ നിൽക്കണം. എൻ്റെ സ്വന്തം വീടായ വല്ലതും നിൽക്കണ്ട, എൻ്റെ ഡോക്ടർ പറയുന്നത് നിൽക്കട്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കെയർ അതൊരു ഭാഗ്യമാണ്. മക്കളുടെ കെയറിക്കാലത്ത് കിട്ടുന്നല്ലോ എന്നുള്ളത്. എൻ്റെ മകൻ എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിലുണ്ടാവും. ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ഒരു മാസം നവംബർ ആദ്യം തിരിച്ചു പോവുകയാണ്. ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നുള്ള കാര്യത്തിലിരിക്കുമ്പോഴാണ് എന്നെ ഇപ്പോൾ 3 വേദികളിലേക്ക് എന്നെ ഇപ്പോൾ വിളിക്കുകയുണ്ട്. അതിൽ ആദ്യത്തെയാണിത്. ഇനി ഒക്ടോബർ 6, ഒക്ടോബർ 2, അത് കഴിഞ്ഞ് ഒക്ടോബർ അടുത്ത ഞായറാഴ്ച, ഒക്ടോബർ 6 ഏഴാണ് ഒരു ഓണാഘോഷ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നത്. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന എൻ്റെ നാട്ടുകാർ, നിങ്ങളൊക്കെ ബാംഗ്ലൂരിൽ വന്നിട്ട് 10, 20, 30 വർഷമൊക്കെ ആയൊക്കെ ഉണ്ടാവാം. എന്തായാലും നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ മലയാളികളാണ്, കേരളക്കാരാണ്. ആ ഒരു ബോധത്തോടുകൂടി എനിക്ക് ഇനി ഇവിടെ വരാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ വീട്ടുന്നില്ല. ആശംസകളൊക്കെ അതുപോലെ തന്നെ കവിയരങ്ങുണ്ട്. കവിയരങ്ങിൽ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലണമെന്ന് ഞാൻ കവിയരങ്ങിൽ ചൊല്ലിക്കൊള്ളാം. ഒരു സംസാരം ഞാൻ നിൽക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 1 മണിക്കൂർ കൂടെ വരാം. അപ്പോൾ എൻ്റെ മരണോടൊപ്പം തിരക്കുകൂടാൻ പറഞ്ഞിട്ട് 5:30 ആദ്യമാകുമ്പോഴത്തേക്ക് അവരോട് എത്തും. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകും. അപ്പോഴത്തേക്ക് നമ്മൾ യോഗ ചെയ്യുമെന്നാണ് സൈനികമാർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ കവിയരങ്ങിൽ ആദ്യം ചൊല്ലിക്കൊള്ളാം എന്ന് ഉറപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്നെ ഈ നല്ല വേദിയിലേക്ക്, മഹത്തായ വേദിയിൽ ഞാൻ പറയുന്നില്ല, ഈ നല്ല ചെറിയ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സലീംകുമാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എന്നോട് ഒരുപാട് സ്നേഹം പങ്കിടുകയും എന്നെ ആദരിക്കുകയും